Good morning. മക്കളെ നമ്മളെ എക്സാമ്പിൾസ് ആണ് പേജ് നമ്പർ 10 ആണ്. 5 minus 4 by 5 into 3 by 7 into 15 by 16 into minus 14 by 9. നമ്മൾ ഇതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ചെയ്തായിരുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അത് അഡീഷൻ ആണ് വന്നത്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ സബ്ട്രാക്ഷനും ഡിവിഷനും ചെയ്യാൻ അവർ എക്സാമ്പിൾസ് തന്നിട്ടില്ല. കാരണം മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ തന്നത് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി നമ്മൾ പ്രയോഗിച്ചു. ഇവിടെ നമ്മൾ അത് തന്നെ പ്രയോഗിക്കും. അപ്പം നമ്മൾ പഠിച്ചനുസരിച്ച് റാഷണൽ നമ്പേഴ്സിൽ അവര് ഏതിലൊക്കെ മാത്രമേ ഉള്ളൂ അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും വരുന്നത്? അഡീഷനിലും മൾട്ടിപ്ലിക്കേഷനിലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരത് വെച്ചുള്ള പ്രോബ്ലം തന്നിരിക്കുന്നത്. കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പോവാണ്? കമ്മ്യൂട്ടേറ്റീവ് ഉപയോഗിക്കും, അസോസിയേറ്റീവ്. എങ്ങനെയാണ് കമ്മ്യൂട്ടേറ്റീവ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ എങ്ങനെ സെലക്ട് ചെയ്യും? നമ്മൾ അഡീഷൻ്റെ ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടായിരുന്നോ? ഡിനോമിനേറ്റർ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്, അതായത് അവരെ അടുപ്പിച്ച് നമ്മൾ എഴുതി. കമ്മ്യൂട്ടേറ്റ് ചെയ്തപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നതിന് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. സെയിം അല്ലായിരുന്നു, മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് ഒരുമിച്ച് അവരെ LCM ഒക്കെ എടുത്ത് ചെയ്യാൻ. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പൊ അതിന്റെ ആവശ്യമില്ല. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ക്യാൻസലേഷൻ നടത്തണം, ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പം ഇവിടെ നോക്കേണ്ടത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കണം കേട്ടോ. നമുക്ക് അഡീഷൻ വരുവാണെങ്കിൽ, ഫ്രാക്ഷൻ അഡീഷൻ ആണ് തരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് ഡിനോമിനേറ്റേഴ്സിനെ ഒരുപോലെ ആക്കിയിട്ട് വേണം അഡീഷൻ ചെയ്യാൻ. പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്, കാരണം അവരെ ക്യാൻസൽ ചെയ്യാൻ. നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. -4/5. ഇവിടെ 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ന്യൂമറേറ്റർ, ഇവിടെ 5 ഡിനോമിനേറ്റർ ആണ്. അപ്പൊ ന്യൂമറേറ്റർ മൾട്ടിപ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. 15 അവരാണ്. 5 × 3 ആണ് 15. അപ്പൊ അവർ മൾട്ടിപ്പിൾ ആണ്, അവരെ അടുപ്പിച്ചെഴുതി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, 4ഉം 16ഉം ഇവര് മൾട്ടിപ്പിൾസ് ആണ്. ഇനി അടുത്ത് നമുക്ക് 3/7 എഴുതാം. ഒബ്വിയസ്ലി നമുക്ക് ഇതോടെ ഉള്ളൂ, എന്നാലും അവർ നോക്കിയേ, അവർ മൾട്ടിപ്പിൾസ് ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണ് 14, 3യുടെ മൾട്ടിപ്പിൾ ആണ് 9. നമുക്ക് ഇനി ഇവരെന്ത് ചെയ്തു? ഇപ്പൊ കമ്മ്യൂട്ടേറ്റ് ചെയ്തു. ആദ്യം നമ്മൾ അവരെ അറേഞ്ച് ചെയ്ത് എഴുതി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, അത് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഇനി അവരെ അസോസിയേറ്റ് ചെയ്തു. ഓക്കെ മക്കളെ, സിമ്പിൾ ആട്ടോ, ഒന്നും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 15. മേളിലും താഴെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പം 5 × 3 15, 4ഉം 16ഉം 4 × 4 16. കണ്ടോ, എന്ത് ക്യാൻസൽ എളുപ്പമായി. ഇവിടെ 1 × 3 മാത്രമേ ഉള്ളൂ. 3 -1 × 3 ആണ്. അപ്പം -3. മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ്. ഇവിടെ 1 × 4 4. എന്ത് ചെറുതായി വന്നല്ലേ. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ നോക്കിയേ, മൾട്ടിപ്പിൾസ് 7 × 2 ആണ് 14, 3 × 3 ആണ് 9. ഇപ്പൊ ഇവിടെ 1, ഇവിടെ രണ്ടും 1. അപ്പൊ 1 × -2 -2, 1 × 3 3. പിന്നെ മൾട്ടിപ്പിൾസ് ആണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്നത്. ക്യാൻസൽ ചെയ്യാം. 3യും 3യും ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ നോക്കിയേ, 1ഉം 2ഉം 2 2/2 2 × 2 4 is equal to, രണ്ടും 1 ആണ് അല്ലേ. -1ഉം -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ്. 1 × 1 1, ഇവിടെ 1 ആണ്. 2 × 1 2. ഇതിന്റെ ആൻസർ എന്താ മക്കളെ? 1/2. സിമ്പിൾ അല്ലേ? നിങ്ങൾ വിചാരിച്ചില്ല റാഷണൽ നമ്പേഴ്സിൽ എങ്ങനെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമെന്ന്? ഇത്രയേ ഉള്ളൂ. കണ്ടോ, മൾട്ടിപ്ലിക്കേഷന് പ്രോബ്ലംസ് തരുവാണെങ്കിൽ, ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മളൊരു അസോസിയേറ്റീവ് ഉണ്ട് കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അതുകൂടെ ഉള്ളൂ. ആകെ ഈ 3 ടൈപ്പ് പ്രോബ്ലംസ് ഇതിനകത്ത് വരത്തുള്ളൂ. അഡീഷൻ ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനും മാത്രമേ ഉള്ളൂ. കാരണം അതേ നമുക്ക് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമല്ലേ? ആദ്യം കമ്മ്യൂട്ടേറ്റിവിറ്റി ചെയ്യുക, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളതിനെ അറേഞ്ച് ചെയ്തിടുക. മനസ്സിലായി? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് അറേഞ്ച് ചെയ്യുക. പിന്നെ അസോസിയേറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോവുക. അഡീഷൻ വന്നാൽ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ളത് അറേഞ്ച് ചെയ്ത് അടുപ്പിച്ചടുപ്പിച്ച് എഴുതി. എന്നാലേ നമുക്ക് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുത്ത് പോകാൻ പറ്റുള്ളൂ. സിമ്പിൾ ആയില്ലേ മക്കളെ? ഈസി ആയില്ലേ? ഓക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മാത്സ് ഈസി ആകും മക്കളെ. അപ്പം തന്നെ ഇത് കാണുക, തന്നെ ചെയ്ത് നോക്കണം. എപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യണം. ഓക്കെ മക്കളെ, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യുന്നു. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ.
ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങളുടെ അച്ഛനും അമ്മയോടും പറയണം. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അമ്മമാരായിരിക്കുമല്ലോ കൂടുതലും മക്കളെ മാത്സ് അല്ലെ പഠിത്തത്തിലേക്കൊക്കെ സ്റ്റഡീസിലൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അമ്മമാരോടും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറയണം കേട്ടോ മക്കളെ. ഓക്കെ, താങ്ക് യു.